ഹലോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഞാൻ കുറേ കാലമായിട്ട് ഈ യൂട്യൂബിൽ നിന്ന് അങ്ങോട്ട് മുങ്ങിയതായിരുന്നു കേട്ടോ. വെഡ്ഡിങ് സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല ഗൈസ്. അതാണ് മെയിനായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെ വലിയൊരു റീസൺ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞ് ട്രിപ്പായിരുന്നു കേട്ടോ. അൻവർക്കാട് ഇക്കാടെ വൈഫും പിന്നെ ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് ട്രിപ്പാണ്. അപ്പോൾ വീഡിയോ കാണൂ. വെഡ്ഡിങ് സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് സ്റ്റോറേജൊക്കെ കുറച്ച് ഒഴിവിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി പ്രതീക്ഷിക്കാം ഗൈസ്. പിന്നെ ഞാൻ എല്ലാത്തിലും കയറി വോയിസ് ഓവർ ചെയ്യണില്ല, ചെറിയൊരു മ്യൂസിക് ഇട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോണ വഴിയിൽ ഞങ്ങൾ കുറേ കാട്ടാനനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി തിരിച്ചു വരുന്ന ടൈമിൽ കറക്റ്റ് ഞങ്ങളുടെ കാറിൻ്റെ മുന്നിൽ കരടി ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സൂര്യകാന്തി തോട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും താത്തയും പിള്ളേരും മാത്രമായിരുന്നു കേട്ടോ സൂര്യകാന്തി പൂവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് 30 രൂപ ചാർജ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ പോയവരുടെ കൂടെ പോയതുകൊണ്ട് ഞങ്ങളുടെ ടിക്കറ്റ് വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ നെയ്സിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് നല്ലോണം ടൈമായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. ഏകദേശം ഒരു 2:30 കഴിഞ്ഞു. എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മേലെ കണ്ടൊരു കപ്പ്, അവനിക്ക് ഛർദീൻ്റെ പ്രശ്നമുണ്ട് ഗൈസ്. ഞാൻ മരുന്ന് കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല. അപ്പോൾ കുറച്ച് ഛർദിക്കൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഇതവരുടെ സദ്യ പോലത്തെ അവരുടെ ആണ്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് പൊന്നിയരി തീരെ ചേരില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ കണ്ട ക്വാണ്ടിറ്റിയിൽ മാത്രമായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പുറത്തിറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ റൂമിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. യാത്രാക്ഷീണമാണ് എല്ലാവരുടെ മുഖത്തും. പിന്നെ എല്ലാവർക്കും വയ്യായിക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് റൂമിൽ പോയിട്ട് റെഡി ആവാം ഗൈസ്. എനിക്ക് അതൊന്നും കിട്ടി. ഈ ബാത്റൂമിന് മുന്നിൽ ഒരു റെഡ് സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കിയിട്ട് വിളിക്കറിയാം. അങ്ങനെ വിളി വന്നിട്ടുണ്ട്. അന്നർക്ക് ഇനി പോയി കുളിച്ചോളും എന്ന് വിചാരിക്കുന്നു. അന്നർക്കാക്ക് പനിയുണ്ട്, എനിക്ക് ജലദോഷമുണ്ട്, ആദുവിന് ജലദോഷമുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ഇക്കാടൻ ഇക്കാടെ വൈഫ്, അവർക്കും എല്ലാവർക്കും ഫുൾ ഫാമിലി ആയിട്ട് ജലദോഷം പനിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് വന്നിക്കണം കേട്ടാ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫേസ് മേക്കപ്പ് കാണിച്ചു തരാം. ഫേസ് മേക്കപ്പിനുപരി ഞാൻ എൻ്റെ സ്കിൻ കെയർ കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ട് ഫേസ് തന്നെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, കുറച്ച് നീര് കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇങ്ങോട്ടും ഇതിങ്ങോട്ടും ഇത് കുറച്ച് ശരിയായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും എൻ്റെ സ്കിൻ കെയർ ഒരാഴ്ച ആയിട്ടുള്ള തുടങ്ങിയത്. പക്ഷെ എനിക്ക് മസാജ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉള്ള പോലെ എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ എന്താ പറയുക, ഡാർക്ക്നെസ് അങ്ങനൊന്നുമല്ല, പക്ഷെ എൻ്റെ കുറച്ച് ഇങ്ങോട്ട് കുറച്ച് കയറുന്ന പോലെ എന്തായാലും പറയുന്നത് കാരണൂടെ കുറച്ച് ഇങ്ങോട്ട് മേലക്കായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സാധനം ഇങ്ങനെ ഇത് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനോട് കാണിച്ചു തരാം. ഞാൻ ഫേസ് വാഷ് ചെയ്തതാട്ടാ. ഫേസ് വാഷ്. പിന്നെ അടുത്തത് ടോണർ. ഇതെനിക്ക് നല്ല ബ്രാൻഡാണ്, നല്ല ബ്രാൻഡ് ഇട്ടത്. ഒരു
തൊള്ളിടല്ലോ അതോ. ഇത് നല്ല ബ്രാൻഡാണ്, പക്ഷെ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്തതുകൊണ്ട് അന്നോർക്ക് മാറി നിൽക്കാം. ഞാൻ ഫേസ് വാഷ് ചെയ്തത് കൊണ്ട് ഞാൻ നേരെ ടോണറാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യാം. ഓവർ മസാജ് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്നോട് റമീസ് കളിക്കണോ? ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് എൻ്റെ ഫേസ് ഈ ഒരു കവള് മേലേക്ക് കയറിയോണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനെയായിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അത് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാ. എന്താണ് അതും ഡോക്ടർ പറഞ്ഞു തന്നാ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇതെങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഫേസിൽ നല്ല റിസൾട്ട് കിട്ടിയ പോലെ എനിക്ക് നന്നായി ഫീൽ ചെയ്തു. എൻ്റെ പഴയ ഫേസിലേക്ക് ഏകദേശം എത്തിയ പോലെ. ഏകദേശം കേട്ടോ. ഫേസിൽ ഫാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടെ പോകും ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പഴയ പോലെ ആകും വിചാരിക്കും. ഈ ഭാഗത്ത് അങ്ങനെ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്താണ് എനിക്ക് കൂടുതൽ ചെയ്യേണ്ട ആവശ്യം. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു മോയ്സ്ചറൈസർ. എന്താ കാര്യം എങ്ങനെയെങ്കിലും സമയം അത് വിളിച്ചുട്ടാ. ഇവിടെ കൂടും പിടിച്ചോ. അതിന് പിടിച്ചോ വെക്കോ. അതിന് പിടിച്ചു പോയിട്ട് ആക്കാൻ പോയതായി. മതി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മേക്കപ്പ് ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. കണ്ടല്ലോ, വീഡിയോക്ക് വേണ്ടി വെറുതെ പറയാണ് മേക്കപ്പ് ഒക്കെ ഇടുവാൻ കിടക്കുക. ഇതെൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ്, പക്ഷെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് ഞാൻ തോണ്ടി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ട് വരാണ്ടാണ്. ആകെ നമ്മളിങ്ങനെ ചിന്താശുള്ളൂ. ക്യൂട്ടായില്ലേ? ക്യൂട്ടായില്ലേ? അതാണ് എന്താണ്
ഗിഫ്റ്റിൻ്റെ ബാഗ് സൂപ്പർ ആയിട്ടൊക്കെ. കാണുന്നില്ല, കാണുന്നില്ലല്ലോ. രണ്ടുപേരും റെഡി ആയിട്ടില്ല, ഇനി ഞാൻ മാത്രം റെഡി ആവാനുള്ളൂ. ഞാൻ തട്ടം ചുറ്റോട്ടെ കേസ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പോയിട്ടാണ്. ഞാൻ VN-ലാണ് എഡിറ്റ് ചെയ്യൽ, യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ ഈ മൈക്ക് ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗം ആപ്പുകളൊക്കെ ഡിലീറ്റ് ആക്കുമായിരുന്നു. ആപ്പുകൾ ഡിലീറ്റ് ആക്കണതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ഞാൻ ഈ VN ഡിലീറ്റ് ആക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സ്പീക്കർ അടിച്ച് പോയി തോന്നുന്നു. ഈ VN-ൽ സ്പീക്കർ വരുന്നില്ല. ഇപ്പോൾ കുറച്ചായപ്പോൾ ശരിയായിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഇവമോളൊക്കെ റെഡിയായി. ഞങ്ങൾ നേരെ പാലസ് കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങൾ മൈസൂരിൽ 2ാമത്തെ തവണയാണ്. ഞങ്ങൾ ലാസ്റ്റ് തവണ വന്നപ്പോൾ പാലസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലസ് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ പാലസ് കഴിഞ്ഞതും നമ്മളൊരു ടൈം കഴിഞ്ഞ സമയത്തായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോയതും നല്ലോണം കിടന്നുറങ്ങി. ഇത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. 2ാമത്തെ ദിവസം ഞാൻ ഫസ്റ്റ് ദിവസത്തിനേക്കാൾ കുറച്ചുകൂടെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടോ, എൻ്റെ മുഖത്തത് കാണാനുണ്ട്. പക്ഷേ രാവിലെ എടുക്കാനൊന്നൊരു മൂഡുണ്ടായിരുന്നില്ല. ഫേസ് മേക്കപ്പ് വയ്യായിരുന്നു, എല്ലാവർക്കും വയ്യായിരുന്നു. പക്ഷെ ഞാൻ എന്തെങ്കിലും ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ഇട്ടായിരുന്നു. പക്ഷെ രാവിലെ നല്ല ഉടുപ്പി ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ദോശയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസം സൂക്കായിരുന്നു പോയിരുന്നത്. ശരിക്കും നമ്മൾ പിള്ളേർക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നു ഈ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സൂക്കും പോയത്. പക്ഷേ സൂക്ക് എൻ്റെ ശരിക്കും കൈയും കാലും മേലൊക്കെ എടുത്തിട്ട് ഞാൻ എടുത്തില്ല അത്രക്ക്. പക്ഷെ എന്നാലും നല്ലോണം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മതിയായിട്ടുണ്ടായിരുന്നു സൂ. എപ്പോഴാണ്, കാരണം ഒരിക്കൽ കണ്ടതുകൊണ്ട് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് തീരാന്നുള്ളൊരു സാധനം. ഇങ്ങനെ ഞങ്ങൾ എക്സിറ്റ് വഴി തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. എക്സിറ്റ് വഴിയാണല്ലോ ഇറങ്ങുക. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അവിടെ മുത്തൂസ് വന്നിട്ടുണ്ട്. മുത്തൂസിൻ്റെ സൗണ്ടാണ് കേൾക്കണത്. പിന്നെ ഞങ്ങൾ നേരെ പാൽക്കോ വാങ്ങാൻ പോയി. പിന്നെ ഞങ്ങൾ ഊട്ടി വഴിയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ